സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൺസേണും കൺസേൺഡുമാണ്. കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്ക, കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെട്ടു എന്നുള്ള അർത്ഥം വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കൺസേൺഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. സ്വയം ആശങ്കപ്പെടരുത് എന്നെങ്ങനെ പറയാം? ഡോണ്ട് കൺസേൺ യുവർ സെൽഫ്. സ്വയം ആശങ്കപ്പെടരുത്. 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 ഉദ്ദേശിച്ചാണോ അവർക്ക് എന്നെങ്ങനെ പറയാം? ടു ഹും ഇറ്റ് മേ കൺസേൺ. ആരെ ഉദ്ദേശിച്ചാണോ അവർക്ക്. 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 വിഷയം നിങ്ങളെ ബാധിക്കുന്നില്ല എന്നെങ്ങനെ പറയാം? ദിസ് മാറ്റർ ഡസൻ കൺസേൺ യു. ഈ വിഷയം നിങ്ങളെ ബാധിക്കുന്നില്ല. ദിസ് മാറ്റർ ഡസൻ കൺസേൺ യു. ഈ വിഷയം നിങ്ങളെ ബാധിക്കുന്നില്ല. ദിസ് മാറ്റർ ഡസൻ കൺസേൺ യു. ഈ വിഷയം നിങ്ങളെ ബാധിക്കുന്നില്ല. ദിസ് മാറ്റർ ഡസൻ കൺസേൺ യു. ഈ വിഷയം നിങ്ങളെ ബാധിക്കുന്നില്ല. ബാധിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് എന്നെങ്ങനെ പറയാം? ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ വാട്ട് ഡസൻറ്റ് കൺസേൺ യു. നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ വാട്ട് ഡസൻറ്റ് കൺസേൺ യു. നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ഡോണ്ട് ഇൻ്റർഫിയർ ഇൻ വാട്ട് ഡസൻറ്റ് കൺസേൺ യു. നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. ദാറ്റ്സ് മൈ കൺസേൺ ഡോണ്ട് യുവേഴ്സ്. അതാണ് എൻ്റെ ആശങ്ക, നിങ്ങളുടേതല്ല. ദാറ്റ്സ് മൈ കൺസേൺ ഡോണ്ട് യുവേഴ്സ്. അതാണ് എൻ്റെ ആശങ്ക, നിങ്ങളുടേതല്ല. ദാറ്റ്സ് മൈ കൺസേൺ ഡോണ്ട് യുവേഴ്സ്. അതാണ് എൻ്റെ ആശങ്ക, നിങ്ങളുടേതല്ല. ദാറ്റ്സ് മൈ കൺസേൺ ഡോണ്ട് യുവേഴ്സ്. അതാണ് എൻ്റെ ആശങ്ക, നിങ്ങളുടേതല്ല. ഐ ആം എ ബിറ്റ് കൺസേൺ അബൌട്ട് ഫോർ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഐ ആം എ ബിറ്റ് കൺസേൺ ഫോർ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്കല്പം ആശങ്കയുണ്ട്. ഐ ആം എ ബിറ്റ് കൺസേൺ ഫോർ യുവർ ഹെൽത്ത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്കല്പം ആശങ്കയുണ്ട്. യു കൺസേൺ. നിങ്ങൾക്ക് ആശങ്കയില്ലേ? ആറിൻ 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 യു കൺസേൺ. നിങ്ങൾക്ക് ആശങ്കയില്ലേ? പ്രശ്നം നമ്മെ എല്ലാവരെയും ബാധിക്കുന്നു എന്നെങ്ങനെ പറയാം? ദ പ്രോബ്ലം കൺസേൺ അസ് ആൾ. പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നു. ദ പ്രോബ്ലം കൺസേൺ അസ് ആൾ. പ്രശ്നം നമ്മെ എല്ലാവരെയും ബാധിക്കുന്നു. ദ പ്രോബ്ലം കൺസേൺ അസ് ആൾ. പ്രശ്നം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നു. പ്രശ്നം നിങ്ങളെ ബാധിക്കുന്നില്ല എന്നെങ്ങനെ പറയാം? ദിസ് കോൺവെർസേഷൻ ഡസൻ കൺസേൺ യു. ഈ സംഭാഷണം നിങ്ങളെ ബാധിക്കുന്നില്ല. ദിസ് കോൺവെർസേഷൻ ഡസൻ കൺസേൺ യു. ഈ സംഭാഷണം നിങ്ങളെ ബാധിക്കുന്നില്ല. ദിസ് കോൺവെർസേഷൻ ഡസൻ കൺസേൺ യു. ഈ സംഭാഷണം നിങ്ങളെ ബാധിക്കുന്നില്ല. മനോഭാവം എന്നെ ആശങ്കപ്പെടുത്തുന്നു എന്നെങ്ങനെ പറയാം? ഹിസ് ആറ്റിറ്റ്യൂഡ് കൺസേൺ മീ. അവൻ്റെ മനോഭാവം എന്നെ ആശങ്കപ്പെടുത്തുന്നു. ഹിസ് ആറ്റിറ്റ്യൂഡ് കൺസേൺ മീ. അവൻ്റെ മനോഭാവം എന്നെ ആശങ്കപ്പെടുത്തുന്നു. ഹിസ് ആറ്റിറ്റ്യൂഡ്
കൺസേൺ മീ. അവൻ്റെ മനോഭാവം എന്നെ ആശങ്കപ്പെടുത്തുന്നു. യുടെ ചെലവിനെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചു എന്നെങ്ങനെ പറയാം? They have expressed concern about the cost of the project. ഈ പദ്ധതിയുടെ ചെലവിനെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചു. They have expressed concern about the cost of the project. ഈ പദ്ധതിയുടെ ചെലവിനെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചു. They have expressed concern about the cost of the project. ഈ പദ്ധതിയുടെ ചെലവിനെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചു. They have expressed concern about the cost of the project. ഈ പദ്ധതിയുടെ ചെലവിനെക്കുറിച്ച് അവർ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിൽ ചില ആശങ്കയുണ്ട് എന്നിങ്ങനെ പറയാം. There is some concern that. അതിൽ ചില ആശങ്കയുണ്ട്. 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 I shall find the people concerned and inform them. ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി ഞാൻ വിവരം അറിയിക്കും. I shall find the people concerned and inform them. ഞാൻ ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ അറിയിക്കും. I shall find the people concerned and inform them. ഞാൻ ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി വിവരം അറിയിക്കും. വിളിച്ചില്ല എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നു എന്നെങ്ങനെ പറയാം? It's concern me that the kids have not called. കുട്ടികളെ വിളിച്ചില്ല എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നു. It's concern me that the kids have not called. കുട്ടികളെ വിളിച്ചില്ല എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നു. It's concern me that the kids have not called. കുട്ടികളെ വിളിച്ചില്ല എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നു. Prime concern is to protect my property. എൻ്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ പ്രധാന പരിഗണന. My prime concern is to protect my property. എൻ്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ പ്രധാന പരിഗണന. Interfere in what doesn't concern you. നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. I don't interfere in what doesn't concern you. നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. I don't interfere that what doesn't concern you. നിങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. സമയത്ത് പുറത്ത് കളിക്കുന്നതിൽ എനിക്ക് ആശങ്കയുണ്ട് എന്നെങ്ങനെ പറയാം? I am concerned because you are playing outside in the rain during. മഴ സമയത്ത് നിങ്ങൾ പുറത്ത് കളിക്കുന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്. I am concerned because you are playing outside during the rain. മഴ സമയത്ത് നിങ്ങൾ പുറത്ത് കളിക്കുന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്. I am concerned because you are playing outside in the rain during. മഴ സമയത്ത് നിങ്ങൾ പുറത്ത് കളിക്കുന്നതിൽ ഞാൻ ആശങ്കപ്പെടുന്നു. അവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ് എന്നിങ്ങനെ പറയാം. Concerns of the safety of the 2 missing teenagers is growing. കൗമാരക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ്. Concerns of the safety of the 2 missing teenagers is growing. കൗമാരക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ്. Concerns of the safety of the 2 missing teenagers is growing. കൗമാരക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചു വരികയാണ്.
എങ്കിലും പറയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുക. ആർ ഇൻ യു കൺസേൺഡ് ദാറ്റ് ഷീ മൈ ടെൽ സംതിങ്. അവൾ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ലേ? ആർ ഇൻ യു കൺസേൺഡ് ദാറ്റ് ഷീ മൈ ടെൽ സംതിങ്. അവൾ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ലേ? ആർ ഇൻ യു കൺസേൺഡ് ദാറ്റ് ഷീ മൈറ്റ് ടെൽ സംതിങ്. അവൾ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ലേ? ആർ ഇൻ യു കൺസേൺ ദാറ്റ് ഷീ മൈറ്റ് ടെൽ സംതിങ്. അവൾ എന്തെങ്കിലും പറയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ലേ? കുറിച്ച് ആശങ്കയുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം കൺസേൺ അബൌട്ട് യു. എനിക്ക് നിന്നെക്കുറിച്ച് ആശങ്കയുണ്ട്. 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 കൺസേണും കൺസേൺഡ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ആവർത്തിച്ച് കാണുക. പിന്നെ പഠിച്ചാൽ മാത്രം പോരാ, അത് ഫ്രണ്ട്സിനോടും വീട്ടിലൊക്കെ യൂസ് ചെയ്യുക. അപ്പോഴേ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.